ഉമ്മ ചത്തില്ലേ സാറേ? കൊടും കുറ്റവാളി കൊലപാതകിയായ അഫാൻ പോലീസിനോട് ചോദിച്ച ചോദ്യമാണിത്. ഉമ്മ ഗോകുലം മെഡിക്കൽ കോളേജിൽ 38-ാം നമ്പർ മുറിയിൽ അവർ എന്ത് ചെയ്യണമെന്നറിയാതെ വിങ്ങിപ്പൊട്ടി കരഞ്ഞു ജീവിക്കുകയാണ്. തൻ്റെ മൂത്തമ്മനെ കുറിച്ച് ഒന്നും അറിയണ്ട, അവൻ കുടുംബത്തിലെ എല്ലാവരെയും കൊന്ന പിശാചാണ്. പക്ഷെ ഇളയ മകൻ, അവനെ ഓർത്ത് ആ അമ്മ ഒരുപാട് കരയുന്നുണ്ട്. മറ്റൊന്നുകൂടിയുണ്ട്, ഇങ്ങനെ ഒരു ദുഷ്ടനെ 10 മാസം ഞാൻ വയറിൽ ചുമന്നല്ലോ എന്നോർത്തുകൂടി ആ അമ്മ പശ്ചാത്തപിക്കുന്നുണ്ടാകാം. മാത്രമല്ല, ഇന്ന് ആ പിതാവ് വന്നിറങ്ങി എയർപോർട്ടിൽ. എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം തകർന്ന് ആ പിതാവിൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹം ഇതെങ്ങനെ സഹിക്കുമെന്നുള്ളത്. സന്തോഷത്തോടെ വിളിച്ചു കൊണ്ടുപോകാൻ വീട്ടിൽ നിന്ന് 2 മക്കളും ഭാര്യയും എത്തേണ്ടിടത്ത് ആരുമില്ലാതെ ഒറ്റയ്ക്കനാഥനായി വന്നിറങ്ങുന്ന റഹീമിനെയാണ് നമ്മൾ കണ്ടത്. ഇനി അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും കേൾക്കാനുണ്ട്. പക്ഷേ അദ്ദേഹം അത് പറയുമോ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. എന്താണ് തൻ്റെ മകന് സംഭവിച്ചത് എന്നുള്ളത്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞ ആ ചുറ്റിയയ്ക്ക് വലിയ പ്രാധാന്യം വരുന്നത്. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടന, തീവ്രവാദ സംഘടനയെ 2022 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നു. നിരോധിക്കുന്നതിന് മുൻപ് ഈ പോപ്പുലർ ഫ്രണ്ട് കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ആരെയും എന്തും ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത സംഘടനയായിരുന്നു. ചുറ്റികയായിരുന്നു ഇവരുടെ പ്രധാന കൊല്ലാൻ ഉപയോഗിക്കുന്ന ആയുധം. ചുറ്റിക കൊണ്ട് മർമ്മസ്ഥാനത്ത് അടിച്ച് കൊല്ലുക, വളരെ മൃഗീയമായി കൊലപ്പെടുത്തുക. നേരത്തെ ഇവർ പരിശീലനം നടത്തിയിരുന്നത് നായ്ക്കളിലായിരുന്നു. വാളുകൊണ്ട് നായ്ക്കളുടെ തലയും വയറും ഒക്കെ കീറിയും വെട്ടിയും രക്തം കണ്ട് അറപ്പുമാറുന്ന രീതി. അതേ രീതി തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വെഞ്ഞാറമൂട് പല ഭാഗത്തും കണ്ടത് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. പട്ടികളുടെ അല്ലെങ്കിൽ നായ്ക്കളുടെ തല വലിയ രീതിയിൽ ഈ ചുറ്റിക കൊണ്ടൊക്കെ അടിച്ച് ചിതറിക്കിടക്കുന്ന രീതിയിൽ. അപ്പോൾ മാത്രമല്ല, ഈ അഫാന്റെ യാത്രകൾ, കടബാധ്യതയുള്ള ഉമ്മ ഒരു പക്ഷേ മകൻ എവിടെ പോകുന്നു, നാളെ കടക്കാർ വരുമോ എന്നുള്ള സങ്കടത്തിലും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ഇരിക്കുന്ന ഉമ്മയാകാം. ഉമ്മയ്ക്ക് മകൻ എങ്ങോട്ട് പോകുന്നെന്നോ എന്ത് ചെയ്യണമെന്നോ എന്താണ് മകൻ്റെ കൂട്ടുകാരെന്നോ ഒന്നും ചിലപ്പോൾ ശ്രദ്ധിക്കാൻ സമയം കിട്ടിക്കാണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ്റെ യാത്രകൾ, ഇവൻ ബാഗും എടുത്ത് രാത്രി വാഹനത്തിൽ അല്ലെങ്കിൽ ബൈക്കിൽ പോകുന്നത് ഇത്തരം സംഘടനകളിൽ നിന്ന്. ഈ സംഘടന നിരോധിച്ചതാണ്. നിരോധിച്ച സംഘടന പുതിയതായി എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? കാരണം തീവ്രവാദ പരിശീലനം ലഭിച്ച ആളുകൾ ചെയ്യുന്നത് പോലെയുള്ള ക്രൂരതയാണ് അഫാൻ ഈ 5 പേരുടെ ശരീരത്തിലും കാണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ഫർസാന മരിക്കുന്നതിന് മുന്നേ ഫർസാനയോട് താൻ ചെയ്ത ഓരോ കൊലപാതകത്തെക്കുറിച്ചും ഇയാൾ വ്യക്തമായി പറഞ്ഞു. അപ്പോൾ ഫർസാന ചോദിച്ചു, ഇനി നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന്. അത് കേട്ട ഉടനെ ഇയാൾ തൊട്ടടുത്ത കസേരയിലിരുന്നു. എന്നിട്ട് ചുറ്റികയെടുത്ത് ഫർസാനയുടെ മുഖത്തേക്ക് ആഞ്ഞടിക്കുകയാണ് ചെയ്തതെന്നാണ് പോലീസിനോട് ഇയാൾ പറഞ്ഞത്. വലിയ കടബാധ്യതയുണ്ട്. ആ കടബാധ്യതയുടെ പുറത്ത് അമ്മയുടെ ദൂർത്താണ് കടബാധ്യതയ്ക്ക് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെ അമ്മ എപ്പോഴും അമ്മയെ കുറ്റപ്പെടുത്താറുണ്ട്, ശകാരിക്കാറുണ്ട്. അത് കേട്ട് മടുത്തതിൻ്റെ ഫലമായിട്ടാണ് താൻ മുത്തശ്ശിയെ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന പുതിയ മൊഴി. കഴിഞ്ഞ ദിവസം വരെ അങ്ങനെ അല്ലായിരുന്നു. അതിനുശേഷം വലിയച്ഛനും വലിയമ്മയും കുറെ പണം അമ്മയ്ക്ക് നൽകിയിരുന്നു. ആ പണം തിരികെ ചോദിച്ച് നിരന്തരം വീട്ടിൽ വന്ന് ശല്യപ്പെടുത്തുമായിരുന്നു. അത് സഹിക്കാൻ വയ്യാതെയാണ് അവരെ കൊന്നത്. ഇതൊക്കെ നമുക്ക് ശരി, സാമ്പത്തിക ബാധ്യതയുണ്ട്. ആ സാമ്പത്തിക ബാധ്യതയുടെ പുറത്ത് ഇവരെയൊക്കെ വീട്ടിൽ വന്ന് പണം ചോദിക്കുമ്പോൾ 23 വയസ്സായ ഒരു ചെറുപ്പക്കാരനാണ്. സ്വാഭാവികമായി നാണക്കേടുണ്ടാകും. ഇതൊക്കെ നമുക്ക് സമ്മതിക്കാം. പക്ഷെ ജീവന് തുല്യം സ്നേഹിച്ച ഉമ്മയെയും കാമുകിയെയും സഹോദരനെയും ഇയാൾ എന്തിൻ്റെ പേരിലാണ് കൊന്നത് എന്നുള്ള ചോദ്യം വീണ്ടും അവശേഷിക്കുന്നുണ്ട്. ഉമ്മ ചത്തില്ലേ സാറേ എന്നാണ് ഇയാൾ പോലീസിനോട് ചോദിച്ചത്. അതായത് ഇനി ഉമ്മ ജീവിച്ചു വന്നാൽ വീണ്ടും കൊല്ലാനുള്ള പ്രേരണ. ഇപ്പോൾ ബാപ്പയും വീട്ടിലെത്തി. ഇനി ബാപ്പയും കൊല്ലാനുള്ള പ്രേരണ ഇയാൾ ഉണ്ടാകുമോ? അല്ലെങ്കിൽ ഇയാൾക്ക് പരിശീലനം നടത്തിയവർ ആരെങ്കിലും അത്തരത്തിൽ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ വലിയ ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. എന്തായാലും ഈ ഫർസാനയിൽ നിന്ന് മാല വാങ്ങി പണയം വെച്ചു.
ഫർസാന അത് നിരന്തരം ചോദിച്ചതിന്റെ വൈരാഗ്യമാണ് ഫർസാനെ കൊല്ലാനുള്ള കാരണം കൂടിയായി ഇയാൾ പറയുന്നത്. മാത്രമല്ല അച്ഛന് ഏകദേശം 1 ലക്ഷം രൂപയോളം അയച്ചു കൊടുത്തിരുന്നു എന്നും പറയുന്നു. ഇത് എവിടെ നിന്നാണ് ഈ പണം കിട്ടിയത്? 65 ലക്ഷം രൂപ അമ്മയ്ക്ക് കടം ഉണ്ട് എന്ന് പറയുന്നു. 65 ലക്ഷം രൂപ അമ്മയ്ക്ക് കടവും 75 ലക്ഷം രൂപ അച്ഛന് കടവും ഉണ്ടെന്ന് പറയുന്നു. അച്ഛനെ ട്രാവൽ ബാൻ ചെയ്തിരിക്കുകയാണ് സൗദിയിൽ നിന്ന്. ഇപ്പോൾ സൗദിയിലെ മലയാളി സംഘടനകൾ, സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഇടപെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് വരാനുള്ള എല്ലാ സൗകര്യവും കിട്ടിയത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായി അന്വേഷിക്കേണ്ടത്, നീ കൊന്നിട്ട് വാ, സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്ന് അഫാനോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത്തരത്തിൽ ഇയാൾ രാത്രികാലങ്ങളുടെ യാത്ര നടത്തുന്നത് എവിടെയാണ്? ഇത് വെറുമൊരു സാമ്പത്തിക പ്രതിസന്ധി എന്നതിലേക്ക് മാത്രം ഒതുക്കി തീർക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും ഇതിൽ ഒരു ഇത്തരത്തിൽ ഏതെങ്കിലും തീവ്രവാദ സംഘടനകളുടെ സഹായം അഫാന് കിട്ടിയിട്ടുണ്ടെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി കൃത്യമായി ഇതിൽ ഇടപെടണം. അതായത് ഇത്രയൊക്കെ കൊലപാതകം നടത്തിയാലും തനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഇയാൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? ഒരു എന്താ പറയുക, ഒരു കീ ചെയിനും കറക്കിക്കൊണ്ട് കൂട്ടുകാരനെ വിളിച്ചിട്ട്, മച്ചാനെ ഞാൻ 5 പേരെ കൊന്നു, 6 പേരെ കൊന്നു എന്നാണ് പറയുന്നത്. ഉമ്മ രക്ഷപ്പെടുമെന്ന് ഇയാൾ വിചാരിച്ചിട്ടില്ല. മച്ചാനെ ഞാൻ 6 പേരെ കൊന്നു, കൊന്നിട്ട് ഞാനിതാ പോലീസ് സ്റ്റേഷനിൽ പോയി ഒന്ന് ഒപ്പിട്ടിട്ട് വരാം എന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ പോലീസ് കൊലപാതകം നടത്തിയാൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിട്ടിട്ട് തിരിച്ചു വരാമെന്ന് ഇയാളെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇയാളുടെ മാനസിക അവസ്ഥയെ ആരെങ്കിലും മുതലെടുത്തിട്ടുണ്ടോ? ഇയാളെ ഈ പോപ്പുലർ ഫ്രണ്ട് കുറെ പേരെ, ഈ 20ഓളം പേരെ ഈ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി അതിൽ ഈ 20ഓളം പേരെ പരിശീലനം നൽകിയിരുന്നു. ആ പരിശീലനം നൽകിയ കൂട്ടത്തിൽ അഫാൻ ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ച് നമുക്ക് ചോദിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇതിൽ കൃത്യമായ അന്വേഷണം കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്ത് നിന്നുകൂടി ഉണ്ടാകണം. കാരണം ഈ ചുറ്റിക, ഇത് പോപ്പുലർ ഫ്രണ്ട് ആളുകളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ഈ ചുറ്റിക കൊണ്ടുള്ള മരണം. നമ്മൾ ഈ രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഒക്കെ മരണസമയത്ത് അത് കണ്ടതാണ്. അപ്പോൾ ഈ കറക്റ്റ് ഇവിടെ തന്നെ ചുറ്റിക കൊണ്ടടിച്ച് അതിനുശേഷം ആഴത്തിലുള്ള മുറിവുകൾ, ഈ മുറിവുകൾ കണ്ടപ്പോൾ ആദ്യം നാട്ടുകാരൊക്കെ വിചാരിച്ചത് എന്തോ ഒരു ഇരുമ്പ് കമ്പിയോ അല്ലെങ്കിൽ തോക്കോ ഉപയോഗിച്ച് ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുള്ളതായിരിക്കാമെന്നാണ്. പിന്നീട് അതങ്ങനെയല്ല എന്നവർക്ക് മനസ്സിലായി. പിന്നീടാണ് അറിയുന്നത് ഈ ചുറ്റിക കൊണ്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഇയാൾക്ക് ഈ ചുറ്റിക കൊണ്ട് ഇത്രയും കൃത്യമായി ഈ മർമ്മത്തിലേക്ക് തന്നെ, ആളുകളുടെ തലയോട്ടി പിളർത്തി മർമ്മത്തിലേക്ക് തന്നെ ഈ ചുറ്റിക ഉപയോഗിച്ച് കൊല്ലാനുള്ള ഒരു രീതി കിട്ടിയത്? മാത്രമല്ല ഈ സഹോദരനെയൊക്കെ വളരെ ക്രൂരമായിട്ടാണ് ഇയാൾ കൊന്നിരിക്കുന്നത്. അതൊക്കെ കേട്ടുകൊണ്ടിരിക്കാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ പോലീസ് പറയുന്നുണ്ട് ഇതിന്റെ ഈ മരണപ്പെട്ടതിന്റെ ചിത്രങ്ങളൊക്കെ ആരൊക്കെയോ പ്രചരിപ്പിക്കുന്നു. എന്താണ് നിങ്ങൾ ഈ പ്രചരിപ്പിക്കുന്നവരോടാണ് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ലാഭമാണ് ഉണ്ടാകുന്നതെന്ന് അറിയില്ല. ഇത് മറ്റുള്ളവർ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ആ കുടുംബക്കാർക്ക് തന്നെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇപ്പോഴും തൻ്റെ മകൾ ആകരുത് അതെന്ന് ആ അമ്മ പ്രതീക്ഷിച്ച അമ്മയും അച്ഛനും ഇരിക്കുമ്പോൾ സമയത്താണ് ആ അമ്മ അച്ഛനും അറിയുന്നത് തൻ്റെ മകളെയും അതിക്രൂരമായി ഈ പിശാചി കൊന്നു എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകണം. ഈ അന്വേഷണങ്ങളിലൊക്കെ ചെന്ന് നിൽക്കുന്നത് ഒരുപക്ഷെ ഏതെങ്കിലും തീവ്രവാദത്തിന്റെ പുറകിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളുടെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സംഘടനകളുടെ പുറകിലായിരിക്കും. ഇതൊക്കെ വളരെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഒരു 23കാരൻ ഈ അതിക്രൂരമായ കൊലപാതകം ചെയ്യാൻ പരിശീലനം നേടിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ തലമുറകൾ ഏത് രീതിയിലേക്കാണ് ചിന്തിക്കുന്നത്, നമ്മുടെ യുവാക്കൾ ഒക്കെ ചിന്തിക്കുന്ന രീതി എങ്ങോട്ടാണെന്നൊക്കെയുള്ളത് നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസികളുടെ കൂടി ഒരു ഇടപെടൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് പറയാനുള്ളത്.